ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റിയും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതുമായിട്ടുള്ള നല്ലൊരു മീൻ ഫ്രൈ ആണ്. മീൻ പൊരിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ മീൻ ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം കേദര ഫിഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ ഉള്ളത് ആ ഒരു മീൻ വെച്ചിട്ട് തന്നെ ഈ മീൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് 6 അല്ലി ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ മീൻ ഫ്രൈക്ക് നല്ലൊരു സ്മെല്ലാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് മീൻ നല്ല ക്രിസ്പിയായി കിട്ടും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ അരയാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാലക്കൂട്ട് ഈ മീനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലാം ഈ മീനിനകത്ത് പിടിക്കുന്നതിനായിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സൈഡും കൂടെ തിരിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.